ഹായ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? നമ്മളിപ്പോൾ പോണത് നമ്മളെന്താ ഓണപ്പരിപാടി കാണാനാട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഓണപ്പരിപാടി കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത ഓണപ്പരിപാടി ഒന്നെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരത്രയും നമ്മൾ ആ ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ പേരെടുത്ത് പറഞ്ഞ് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നമ്മൾ നാട് സുസാറാട്ടോ, സൂപ്പറാണ്. നമ്മളത് ഈ വെള്ള ഷർട്ട് ഇട്ടത് കുട്ടനാട്ടോ. ഓനൊക്കെ നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബർ പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മൊമെൻ്റ് പറഞ്ഞാൽ ആ ഒരു ഇതൊക്കെ തന്നെയായിട്ട് നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഇടങ്ങാറായി നമ്മൾ കാര്യം ചെയ്യുമ്പോൾ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല. കാരണം പിന്നെ നമ്മൾ ചാക്ക് മത്സരം അങ്ങനെ എന്തൊക്കെയാണ്, പിന്നെ കസാലക്കളി അങ്ങനെ ചക്കരയുടെ പിന്നെ സൂചിയാട്ടോ ഓടുന്നത്. പിന്നെ അത്ത അവിടെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദൈക്യം ഷിബിലിമാടെ തോളിൽ പിടിച്ചിങ്ങാണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ എന്താ നമ്മളെ കുട്ടനെ പേരെടുത്ത് പറഞ്ഞിട്ടോ എൻ്റെ പിന്നെ നല്ലതായിരുന്നു കേട്ടോ. നമ്മളെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ എന്താ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചാട്ടാണ്. ചിലർ മുക്കോടും ഇതാക്കോടും ഇന്നെ കൊണ്ട് ആവുന്നിടത്തോളം കുറച്ച് ഇതാക്കണം. പിന്നെ ഫൈസൽ ഇതാ പഴത്തുമ്പോൾ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അതിന് ഫസ്റ്റ് കിട്ടിയവർക്ക് പഴം എന്തോ കൊടുക്കുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കുടം പൊട്ടിക്കലാട്ടോ, അതിന് കുറേ പേർക്ക് കിട്ടിയില്ല. രണ്ടാളാട്ടോ, ഒരു വലിയ ആൾ പിന്നെ ഒരു കുട്ടിയാട്ടോ പൊട്ടിച്ചു. അത്തി പൊട്ടിച്ചു. പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടിയായിരുന്നു കേട്ടോ പൊട്ടിച്ചത്. പിന്നെ നമ്മന് കിട്ടിയില്ല കേട്ടോ. അത്തക്ക് മാത്രം പിന്നെ ഒരു കുട്ടികൾ കേട്ടോ. ഈ കണ്ണ് പൊത്തിക്കാണ്ട് ഇത് അടിച്ചാന്ന് പറയണത് ഭയങ്കര ചില്ലറ വഴിയൊന്നുമല്ലല്ലോ. കണ്ണിൽ പിന്നെ ഇതെങ്ങനെ അടിച്ചില്ല, അതൊക്കെ ഒരു ഇതല്ല. നേരെ പൊട്ടിച്ചിട്ടോ. അത്ത നേരെ പൊട്ടിച്ചിട്ടോ, നേരെ കിട്ടും ചെയ്തിട്ടോ. പിന്നെ ഇതാ ഇവനാട്ടോ ഫെബി, ഓനക്കും കിട്ടിയില്ല കേട്ടോ. 3 വട്ടാ തോന്നുന്നു അടിക്കൽ. ആ അടിക്കലിൽ കിട്ടണം, പിന്നെ അടിക്കാൻ പറ്റൂല കേട്ടോ. ഓനക്കും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇഷ്യൂ ആട്ടോ, ഓളോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണന് ഓൽക്കൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ എന്താ ഷിബിലി, ഓൽക്കും കിട്ടിയില്ല കേട്ടോ. പിന്നെ സക്കീർ എന്നിട്ടുണ്ടായിരുന്നു, ഓൽക്കും കിട്ടിയില്ല കേട്ടോ. കുറേ പേർക്ക് കിട്ടും, കുറേ പേർക്ക് ഭയങ്കര രസമായിരുന്നു ഈ പരിപാടി കണ്ടിരിക്കാൻ. വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ആ കുട്ടിയാട്ടോ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ എന്താ പന്തോടുള്ള കളിയുടെ അതിൽ സെമ്മിയൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് എറിയുക, അങ്ങനെ എന്തൊക്കെയോ കുറേ കളികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളോട് നേരെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി നമ്മളെ പരിക്കാട്ടിക്ക ഞങ്ങളാക്കി തന്നിട്ട് പിന്നെ നേരെ ഷോപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എത്തിയിട്ട് ഇന്നലത്തെ എല്ലാ വീഡിയോസാണ് കേട്ടോ. ആ കണ്ട വണ്ടിയിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ തിരുമ്പാൻ കൊടുത്തു കേട്ടോ. തിരുമ്പിയിട്ട് ഇവിടെ തന്നെ കൊണ്ടുപോകാൻ എഴുതിയിട്ടായിരുന്നു കേട്ടോ. പുതപ്പളാട്ടോ. എനിക്ക് ഇവിടെ അവിടെ മെഷീനില്ല. അപ്പോൾ ഇവിടെ കൂടുതൽ മെഷീനിലിട്ട് ഞാൻ തിരുമ്പി ഉണക്കിയിരുന്നു കൊണ്ടുപോകാനെന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ താത്ത എന്തൊക്കെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണിയെടുക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലേ ഒരു കുടുംബത്തിൽ ഏട്ടത്തി അനുസരിച്ച് ഉണ്ടെങ്കിൽ ആര് പണിയെടുക്കുന്നു എഴുതിയിട്ടാക്കാരെ കുത്തിരിക്കില്ലേ. ഞങ്ങൾ അങ്ങനെ തന്നെ കേട്ടോ. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഒരേപോലെ കേട്ടോ. ആരടിച്ചോരും എഴുതി കുത്തിരിക്കാക്കാറ് കേട്ടോ. മാഷാല്ലാ, നമ്മൾ ഈ ഒരു സ്നേഹം എന്നും മരിച്ചൊരു നിലനിർത്തണം കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ കേസ് ഒരു സുഖമല്ല കേട്ടോ. പനി ഇങ്ങനെ വരുന്ന പോലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പനിയൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോസോളം ഓൾറെഡി കുറേ വീഡിയോ അപ്ലോഡ് ആക്കാനുണ്ട്, എഡിറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പം ഇന്നും ഇത് അപ്ലോഡ് ആക്കി എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ വീഡിയോസോളൊക്കെ അവിടെ കിടക്കും കേട്ടോ. പിന്നെ എന്താ ഇമ്മാനോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അഭിപ്രായം ചോദിച്ചാൽ ഉമ്മാരെ ഒരു അഭിപ്രായമല്ല, മതിയാർക്ക് പോയിക്കോന്നൊക്കെ ഇടുമ്പോൾ പറയുന്നത്. അല്ല പിന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടത്തനുസരിച്ച് അടികൂടലേക്ക് ഉണ്ടോ. താത്താൻ്റെ വലിയ ചെറുക്കനും പെണ്ണും പാടാം. അപ്പോൾ പിരിച്ചാൽ വേണ്ടി പിന്നെ താങ്കളുടെ വലിയ സാധനമായിട്ടുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കുന്നുണ്ട് അപ്പോൾ കല്ലെടുത്ത് എറിയിട്ടോ. അപ്പോൾ എൻ്റെ ചെറുതിന് എറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തണം തൊലണ്ട് കേട്ടോ. കല്ലെടുത്തെങ്ങാണ്ട് എറിയട്ടോ. കുറേ പറഞ്ഞിട്ടോ നിൽക്കണില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് വന്ന് വഴിയെടുത്തപ്പോൾ കല്ലെറിച്ച് നിർത്തിട്ടോ. ഈ കുട്ടികളുണ്ടെങ്കിൽ തന്നെ കാരണം എൻ്റെ 2 ഓൻ്റെ 2 ഏട്ടത്തിനോ ചെറുത്, അങ്ങനെ ഏട്ടത്തിക്ക് 3 ഓളെ വലിയോള് 10, രണ്ടാമത്തെ 9 ഓളെ 2 വലിയ കുട്ടികൾ വലുതായിക്കോളും കേട്ടോ. പിന്നെ ഓളെ ചെറുതായിട്ടല്ലേ സഫ. പിന്നെ ആങ്ങൾക്ക് ഒരാണും ഒരു പെണ്ണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊരു ദിവസം കണ്ടിട്ടുണ്ടാവും ചെറിയൊരു കുട്ടിയില്ലത്. പിന്നെ നമ്മളെ മുഖം മൂടിയിട്ടെങ്ങാണ്ട് നമ്മൾ കാട്ടിക്കൂട്ടാം. നമ്മൾ വീടെടുക്കണീനപ്പോൾ ഈ കാട്ടിക്കൂട്ടൊക്കെ ഇട്ട് എന്ത് പറഞ്ഞാലും ഓള് വീടെടുക്കാനായിക്കോലും കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഓളാണെന്നുണ്ടെങ്കിലോ സരമോളും ഇവനെ ഇതിലിട്ട് വലിച്ചു കേട്ടോ. ഇത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ എന്താ ഉമ്മന് ഗ്രൗണ്ടിൽ പോയിട്ട് അപ്പം ഞാൻ അവിടുന്ന് പെറുക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ വരണുണ്ട് ആട്ട് കേട്ടോ. പക്ഷെ ഇമ്പലാണെന്നുണ്ടെങ്കിലോ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ടേ മണ്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ കുട്ടികളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരക്കല്ല. കാരണം എത്രയാണ് പറഞ്ഞാലും ഓലനുസരിച്ചില്ല. അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് വിളിച്ചു. പിന്നെ ഞാനെന്തായിട്ട് എല്ലാവരും ആട്ടിത്തൊലിച്ചങ്ങാട്ട് വിരലുള്ളൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പണ്ടത്തെ ഈ പശുക്കളെ
തൊഴുത്തിൽ കെട്ടൂല അതേപോലെ ഒക്കെ ഈ ആട്ടി ഇതാക്കുക, അതേപോലെ ഒക്കെ ഇനി ആട്ടി പിടിച്ച് കണ്ട് പെട്ടെന്നുള്ളിൽ കൂട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വല്ല വണ്ടി വന്നു കഴിഞ്ഞാൽ ആ കരയും. ഇവർ നാലാളും പാടെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര രസമാക്കാനായിരുന്നു. ചില കാട്ടിലൊക്കെ ഉണ്ടായില്ലേ, കൈ ഇറി വരും, രസവും വരും, ചെറി വരും എന്ന് അറിയില്ല. അതേപോലെ കറക്റ്റ്. പിന്നെ ഓലെ പിന്നാലെ ഞാൻ വണ്ട് കേട്ടോ, ഓല അങ്ങോട്ട് വിളിച്ചാൽ ഓല് ഇങ്ങോട്ടല്ലോ ഇട്ടോ പോവുള്ളൂ. അപ്പം ഞാൻ അവരോട് പറയും എളുപ്പം ഉള്ളിൽ കയറി വണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു കയറുന്നു, ഓല് പിന്നെ ആ വണ്ടി കയറി പോയി കളിച്ചിട്ടു. പിന്നെ ഞാൻ പോയത് പിന്നെ നമ്മുടെ താഴത്തേക്ക് കേട്ടോ. മൂത്താപ്പ ഇളാപ്പ പരി കയ്യിൽ 2-3 ഇളയന്മാരൊക്കെ വിരുന്നേക്കും ഇളാപ്പാൻ്റെ ഭാര്യമാരൊക്കെ. അതൊക്കെ നാളെ രാവിലെ വരാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളീ പോണത് മൂത്തമ്പാടത്തൊക്കെ കേട്ടോ. വലിയ മൂത്തമ്മ പായസം സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ പെരീത്തെ പോലെ തന്നെ. അപ്പോൾ മൂത്തമ്മ വെറുതെ കുട്ടികൾക്ക് ഇട്ടെടുത്തിക്കുക കേട്ടോ. അങ്ങനെ വെറുതെ ഓണപ്പൂ കുട്ടികളൊക്കെ പാടെ ഇട്ടിക്കാണ് മൂത്തമ്മ കുട്ടികളൊക്കെ പാടെ. ഒരു രസം കേട്ടോ, നല്ല രസം കേട്ടോ കാണാനും. മൂത്തമ്മ കഴിക്കണ പോലെ മൂത്തമ്മ ഇട്ടു കേട്ടോ കുട്ടികൾക്ക് ഓണപ്പൂവാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഓല് ഡബ്ബർ കളഞ്ഞിരിക്കുന്നത് കേട്ടോ എൻ്റെ ആങ്ങളുടെ കുട്ടി. അപ്പോൾ ഓലോട്ട് തന്നെ ഒക്കെ പാടെ ഫുള്ളായിട്ട് പൊറുക്കാൻ വിളിച്ചിട്ട്. അപ്പോൾ മറ്റോലൊക്കെ കൂടി കൊടുക്കാം കേട്ടോ. ഇവിടുന്ന് പെറുക്കിയിട്ടില്ലെങ്കിൽ അടി കിട്ടുന്നൊക്കെ പറഞ്ഞാൽ പേടിച്ചിട്ട് ഇതാക്കണത് നിൽക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും പണ്ടത്തെ ആൾക്കാർ അറിയുന്ന താടില്ലപ്പനെ പേടിയുള്ളൂ അറിയില്ല, അതേപോലെയല്ലേ. പിന്നെ എന്താ സെമി നമ്മുടെ വായനയിലൊക്കെ വെട്ടി സെറ്റാക്കുന്നുണ്ട് എല്ലാം. അത് വെട്ടി സെറ്റാക്കി ആക്കി വെച്ച് കൊണ്ടോ. ഇനി 3-4 തരം കൂടി വന്നാൽ മതി കേട്ടോ. കേബേജിപ്പേരുടെ അടുപ്പത്തായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആക്കട്ടെ. അമ്മയാണെങ്കിൽ കൂടുതൽ അടുപ്പത്ത് തന്നെ ഇട്ട് വെക്കണത്. ഒന്നുമില്ല, നമുക്ക് വിറകുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് അമ്മ അടുപ്പത്ത് വെക്കണത്. നമ്മൾ വിറക് മേടിച്ചല്ല കേട്ടോ. പിന്നെ എന്താ നമ്മളിപ്പോൾ ഈ പോണത് റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോവാട്ടോ. ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്താ ഇതാട്ടോ വണ്ടി. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കാട്ടോ. അപ്പോൾ ഈ കണ്ടത് 12-12:15 ആയിക്കോട്ടെ. അപ്പോൾ ആൾക്കാരുണ്ടാവില്ല. പിന്നെ നമ്മൾ റോഡിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ചെമ്പട്ടിക്ക് പായസമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ പായസമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചാൽ വേണ്ടി കുത്തിരുന്ന് കൊണ്ട് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, ഫുഡ് ഒന്നിനൊന്നും വെച്ചേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓണസദ്യയല്ലേ കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴെങ്കിലും ഓണസദ്യ ഇട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അടിപൊളി ഫുഡ് ചെയ്തിട്ട്. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കുത്തിരുന്ന് കേട്ടോ. ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി എന്നാലും പോരാ, അടിപൊളി ടേസ്റ്റ്. നമ്മൾ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ പുളിയഞ്ചൊക്കെ കൂട്ടിക്കാണ്ട് നമ്മളെ എല്ലാതൊരു കുട്ടികളെ കൊഞ്ച് തിന്നുമ്പോൾ ഉണ്ടാവും ഒരു ഫീല്. അത് വല്ലാതൊരു ഫീലില് എല്ലാവരും കാണാം സാമ്പാറും പഴമൊക്കെ കൂട്ടി തിന്നു. എനിക്കിവിടെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ കേൾക്കാത്ത. താത്തിമരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.